ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് 3 ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടൈഗ, സെൽഫി ആൻഡ് പവർ മൈൽസ്. ഈ 3 ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള എലിജിബിലിറ്റി, അതുപോലെ തന്നെ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് വരുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ടൈഗ കാർഡ് എടുക്കാം. ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി വരുന്നത് 2.5 ലക്ഷം രൂപ ഇയർലി നമുക്ക് ഒരാൾക്ക് ഇൻകം വരുന്നുണ്ടെങ്കിൽ ആൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നൊരു കാർഡാണ് ടൈഗ ക്രെഡിറ്റ് കാർഡ്. ഈ കാർഡിൻ്റെ ഫീസ് വരുന്നത് 500 രൂപ പ്ലസ് GST ആണ്. ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UPI പേയ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ 3x റിവാർഡ് പോയിന്റ്സ് ആണ് ഈ കാർഡ് വഴി കിട്ടുന്നത്. അതുപോലെ തന്നെ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് വീതമാണ് ഈ കാർഡിൽ കിട്ടുക. ഒരു റിവാർഡ് പോയിന്റിന് വാല്യൂ വരുന്നത് 15 പൈസയാണ്. അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കാർഡാണ് സെൽഫി ക്രെഡിറ്റ് കാർഡ്. ഈ കാർഡിന്റെ ഹൈലൈറ്റ് ഫീച്ചർ വരുന്നത് 5x റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. 5 കാറ്റഗറീസ് ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാം ഇതിൽ നിന്ന് 2 കാറ്റഗറി. ആ കാറ്റഗറിയിൽ നമുക്ക് 5x റിവാർഡ് പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഈ കാറ്റഗറീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പാരൽ, ഡൈനിങ്, ഗ്രോസറി, യൂട്ടിലിറ്റി ആൻഡ് ടാക്സി. ഈ കാറ്റഗറീസ് നമുക്ക് 2 കാറ്റഗറി സെലക്ട് ചെയ്ത് നമുക്ക് 5x റിവാർഡ് പോയിന്റ്സ് ആണ് ആ കാറ്റഗറിക്ക് കിട്ടുക. അടുത്തതായിട്ട് വരുന്ന ഫീച്ചറാണ് നമുക്ക് 2 കോംപ്ലിമെന്ററി മെമ്പർഷിപ്പ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ആമസോൺ പ്രൈം, C5, സോണി ലീവ് ആൻഡ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ, റീഡേഴ്സ് ഡൈജസ്റ്റ്. ഇതിൽ ഏതെങ്കിലും നമുക്ക് 2 എണ്ണം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഈ കാർഡ് 2 ടൈപ്പായിട്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ കാർഡ് ചൂസ് ചെയ്യാം. മെറ്റൽ കാർഡിനാണെങ്കിൽ നമ്മൾ 2500 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഗ്രീൻ കാർഡാണ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് 250 രൂപയാണ് കൊടുക്കേണ്ടി വരിക. ഗ്രീൻ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ചെയ്തിട്ട് ആ കാർഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 2 ടൈപ്പ് വാരിയന്റിലാണ് ഈ കാർഡ് വരുന്നത്, വിസ സീരീസ് ആൻഡ് റുപ്പേ സീരീസ്. ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഈ കാർഡ് വഴി നമുക്ക് 2 റിവാർഡ് പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഒരു റിവാർഡ് പോയിന്റ് വാല്യൂ വരുന്നത് 35 പൈസയാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസിൽ നമുക്ക് ഡിഫറെന്റ് റിവാർഡ് പോയിന്റ്സ് ആണ് ഈ കാർഡിന് വരുന്നത്. ഈ കാർഡിന്റെ ഫീസ് വരുന്നത് 1000 രൂപയാണ്. അടുത്തായിട്ട് ഇവിടെ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് ആയിട്ടുള്ള പവർ മൈൽസ് ആണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാർഡ് ഒരു ലക്ഷറി കാറ്റഗറി ക്രെഡിറ്റ് കാർഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നത് മാരിയറ്റിന്റെ മെമ്പർഷിപ്പ്, അതുപോലെ തന്നെ ഈസി ഡൈനർ മെമ്പർഷിപ്പാണ് കിട്ടുന്നത്. ഈ കാർഡിന്റെ ഫീസ് വരുന്നത് 5000 രൂപ പ്ലസ് ടാക്സ് ആണ്. ഈ കാർഡിന്റെ എലിജിബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 18 ലക്ഷത്തിന് മേലെ നമുക്ക് ഇൻകം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഈ കാർഡിന് ഹൈലൈറ്റ് ആക്കുന്ന ഫീച്ചറാണ് 2% forex മാർക്ക് ഫീ ആണ് വരുന്നത്. ഇന്റർനാഷണൽ നമ്മൾ ചെയ്യുന്ന സ്പെൻഡിന് നമുക്ക് 3x റിവാർഡ് പോയിന്റ്സ് ഈ കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. മെയിൻലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കാർഡിന്റെ കൂടെ നമുക്ക് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ക്വാർട്ടർലി നമുക്ക് ഡൊമസ്റ്റിക് 2 ലോഞ്ച് ആക്സസ്, അതുപോലെ ഇന്റർനാഷണൽ കാറ്റഗറിയിൽ നമുക്ക് 1 ലോഞ്ച് ആക്സസ് ആണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. റിവാർഡ് പോയിന്റ്സിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിവാർഡ് പോയിന്റിന് 1 രൂപ വരെ വാല്യൂ നമുക്ക് തരുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിവാർഡ് പോയിന്റ്സ് ആണ്. നമുക്ക് നമ്മുടെ പോയിന്റ്സ് ഒക്കെ മാരിയറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എയർ മൈൽസോ അല്ലെങ്കിൽ മാരിയറ്റ് ഹോട്ടൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇക്വിറ്റീസ് ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതായത് തന്നെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോവുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് കറൻറ്റ്ലി ചെയ്യാൻ പറ്റുന്ന കേസ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്ക് റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ കോൾ ചെയ്യുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറിലാണ് ഇപ്പോൾ നമുക്ക് കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇക്വിറ്റീസിൻ്റെ ഈ കാർഡ്സ് ഒക്കെ നമുക്ക് വെർത്താണോ എന്നുള്ളത് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ് ഇവരുടെ സെൽഫി ക്രെഡിറ്റ് കാർഡാണ്. ആ ക്രെഡിറ്റ് കാർഡിലാണെങ്കിൽ നമുക്ക് 5x റിവാർഡ് പോയിന്റ്സ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ കൂടെ പോരായ്മയായിട്ടുള്ളത് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ബട്ട് ബാക്കിയുള്ള കേസുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മെറ്റൽ കാർഡ് വേണമെങ്കിൽ തന്നെ 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ കാർഡ് കിട്ടാവുന്ന ഓപ്ഷൻ ഉണ്ട്. ബട്ട് നമുക്ക് ഡിസൈൻഡ് കാർഡ് 250 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഏത് കാർഡാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡിന് വീഡിയോസൊക്കെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.